ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു ഈ ഡെസ്കിലിരിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഒരു എഡ്യൂക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ഫുട്ബോൾ സീസൺ വരുന്ന സമയത്ത് ആര് ജയിക്കും, ആർക്കാണ് സാധ്യത എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് ഒതുങ്ങി നിൽക്കുക. പക്ഷെ ഇതിനകത്ത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്പർ 10 അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം, അതൊരു വലിയൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരു സ്ട്രാറ്റജിക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ അർജന്റീന പോലെയുള്ള വലിയ ടീമുകൾക്ക് റഫറിങ്ങിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സൗജന്യം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അല്ലേ, ഭയങ്കര രസകരമായ ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് അർജന്റീനയിൽ നിന്ന് തന്നെ തുടങ്ങാം. രാകേഷ് ആറിൻ്റെ ചോദ്യമാണ്, ഖത്തർ വേൾഡ് കപ്പിൽ കണ്ട അതേ അർജന്റീനയെ തന്നെയാണോ നമ്മൾ അമേരിക്കയിലും കാണുന്നത്? കപ്പ് നിലനിർത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ടീമിനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മെസ്സി ഇല്ലാതെ കളിക്കാനുള്ള ഒരു ടീമിനെ സ്കലോണി വാർത്തെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും മെസ്സി എന്ന വികാരം ഈ ടീമിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഇനി മെസ്സി ഇല്ലാതെ കളിക്കുമ്പോൾ ടീമിനെ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഇതിപ്പോ ഈ ലോകകപ്പിലത്തെ ഇതുവരെ കണ്ടിട്ടുള്ള കളി മുഴുവൻ മെസ്സിയെ കേന്ദ്രീകരിച്ചിട്ടാണ്. മെസ്സിക്ക് മാത്രം ബോൾ കൊടുക്കുക എന്നല്ല, പക്ഷെ അവരുടെ മെയിൻ അറ്റാക്കിംഗ് ത്രെറ്റ് മെസ്സി തന്നെയാണ്. ഇപ്പം ഇന്നലത്തെ കളിയിൽ ലൗട്ടാറോ മാർട്ടിനസിന് ആകെ 9 പാസ് പറ്റിയായിരുന്നു കൊടുത്തിട്ടുള്ളത് ആകപ്പാട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് മെസ്സിയുടെ ടീം തന്നെയാണ്. പക്ഷെ സ്കലോണിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു ശരിക്കും ഒരു ടീം സ്പിരിറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ അർജന്റീന ടീമിലത്തെ വേറെ ആരും വേൾഡ് കപ്പ് ജയിക്കാൻ സ്റ്റാൻഡേർഡുള്ള കളിക്കാർ ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല. എന്താ വെച്ചാൽ ഈ ടീമിൽ വേറെ ഒരു കളിക്കാരന് എല്ലാ കാലത്തും ഒരു അർജന്റീന 11 എടുക്കുകയാണെങ്കിൽ ഇതിലൊരു കളിക്കാരും അതിലുണ്ടാവില്ല. ഗോൾ കീപ്പർ തൊട്ടിപ്പോൾ മാർട്ടിനസിന് വലിയ പേര് കേട്ട ഗോൾ കീപ്പറാണ്, പക്ഷെ അതിന് മുമ്പ് ഉബാൾഡോ, ഫിയോൾ, ഗോയ്ക്കുച്ചെ ഇവരൊക്കെ ഉണ്ടായിരുന്ന ജേഴ്സി ഇട്ടിരുന്നതാണ്. അപ്പം ആ പൊസിഷൻ അടക്കം ഇപ്പോഴത്തെ ടീമിലത്തെ അംഗങ്ങൾ കയറില്ല. ഡിഫൻസ് പിന്നെ നോക്കുക വേണ്ട, അത്രയും മികച്ച കളിക്കാരായിരുന്നു പണ്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡും അതെ, റെഡോണ്ടോ, വെറോൺ ഇവരൊക്കെ കുറെ ഇതിലും ക്ലാസ്സുള്ള കളിക്കാരായിരുന്നു. മാർട്ടിനസും അതെ, മാർട്ടിനസ് നല്ല സ്ട്രൈക്കറാണ്, പക്ഷെ ആരെങ്കിലും ബാറ്റിസ്റ്റൂട്ടിന്റെ കെമ്പസിന്റെ മുമ്പ് ലൗട്ടാറോ മാർട്ടിനസിന് എടുക്കും, ആരും എടുക്കില്ല. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ കളിക്കാരെ വെച്ചിട്ട് ഏറ്റവും മികച്ച കളിക്കാരുണ്ടായിട്ട് ലോകകപ്പ് ജയിക്കണം എന്നില്ല. 90കളിലും 2000കളിലും ഏറ്റവും നല്ല കളിക്കാരെ എപ്പോഴും അർജന്റീനയ്ക്കായിരുന്നു. 94 ബ്രസീൽ ജയിച്ചപ്പോൾ അതിലും എത്രയോ മികച്ച സ്ക്വാഡായിരുന്നു അർജന്റീനയുടെ, പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. 98 പറ്റിയില്ല, 2002 പറ്റിയില്ല. അപ്പൊ ടീമായിട്ട് കളിക്കണ സ്ക്വാഡാണ് എപ്പോഴും ജയിക്കുക. അത് സ്കലോണിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ടാക്ടിക്കൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ മാക്സിമം ഇമ്പാക്റ്റ് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ട് അവർ കളിക്കുകയാണ്. അതൊരു നല്ല ടാക്ടിക് തന്നെയാണ്. നിങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ദൂരം നിങ്ങൾക്ക് പോവാം. ഇൻഡിവിജ്വൽ മികവിനെ പറ്റി ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം സീക്കോയും സോക്രട്ടീസും അതെ, പ്രത്യേകിച്ച് പറയുന്നത് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇപ്പൊ എനിക്ക് TV വന്നതിന് ശേഷമുള്ള കാലത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ. പണ്ടത്തെ ഹൈലൈറ്റ്സ് ഇപ്പൊ 34-ത്തൊന്നും ഹൈലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഈ TV വന്നതിന് ശേഷം ആകെ ഒരു ടീം മാത്രമേ ലോകം മുഴുവൻ ലോകത്തെ ഏറ്റവും നല്ല ടീം ഇവരാണെന്ന് അംഗീകരിക്കുന്ന ഒരു ടീം മാത്രമേ വേൾഡ് കപ്പ് ജയിച്ചുള്ളൂ. അത് പെലെയുടെ ബ്രസീലിയൻ ടീം 1970. അതിൽ ആർക്കും ഒരു ചർച്ച ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അവർ അങ്ങനത്തെ ഒരു ടീമായിരുന്നു. സ്പെയിൻ വരെ 2010 ഏറ്റവും മികച്ച കുറെ കളിക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർ ആകെ 8 ഗോളേ അടിച്ചുള്ളൂ 7 കളിയിൽ. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ചാമ്പ്യൻ ടീമിന്റെ പ്രദർശനമല്ല. വേറെ ആൾക്കാർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു യുനാനിമസ് ചോയ്സ് എന്ന് പറയാൻ ഒരു ഗ്രേറ്റസ്റ്റ് ടീം ജയിച്ചിട്ടുള്ളത് ആകെ 70 മാത്രം. ബാക്കി പലപ്പോഴും ഇപ്പൊ നെതർലൻഡ്സ് 74 ജയിച്ചില്ല, 82-ലും 86-ലും ബ്രസീലും ഫ്രാൻസും ജയിച്ചില്ല, 94-ല് മാരഡോണിന്റെ ഡ്രഗ്സ് ഇത് കഴിഞ്ഞ് അർജന്റീനയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല, 98-ൽ ഇതേപോലെ ഡെനിസ് ബെർഗ്കാമ്പിന്റെ ഒരു ജീനിയസ് ഗോളുകാരന് അർജന്റീന പുറത്താവും. അപ്പൊ ഇങ്ങനെ അനേക എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും നല്ല കളിക്കാരുള്ള ടീം അല്ല ജയിക്കുക. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ ഏകദേശം ഓൾമോസ്റ്റ് അതേ ടീമിനെയാണ് സ്കലോണി എടുത്തിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ ശരിക്കും കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്തിരുന്നു അർജന്റീന, ആദ്യത്തെ കളി തോറ്റു. ഇപ്പൊ എന്താ വെച്ചാൽ കളിക്കാർക്ക് ഒരുമിച്ച് കളിച്ച അനുഭവം ഉണ്ട്, അത് ശരിക്കും നമുക്ക് ആ വ്യത്യാസം കാണും. ഇപ്പൊ ഫ്രാൻസും അർജന്റീനയും കളത്തിൽ ഇറങ്ങുമ്പോൾ അവര് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, ഒരു ക്ലബ് ടീം കളിക്കണ പോലെ
ക്ലബ് ടീം എല്ലാ ആഴ്ചയും ഒരുമിച്ച് കളിക്കണ കാരണം അവർക്ക് പരസ്പരം അത്ര അറിയേണ്ടത് കാരണം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവും. ഈ കളിക്കാർക്ക് ഏകദേശം അതുപോലത്തെ ഒരു പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത്രയും കാലം ഒരുമിച്ച് കളിച്ചതുണ്ട്. രണ്ടാമത്തെ ചോദ്യം സലീമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഗോൾ റെക്കോർഡിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് മെസ്സി. കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ ചില ഗോളുകൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. അർജന്റീനയ്ക്ക് ചില പെനാൽറ്റികൾ ലഭിച്ചതിൽ വിവാദങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് മുതൽ ഇതിനെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചകളും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇത് കൂടുതലും ഫാൻ അഭിപ്രായങ്ങളും മാധ്യമ ചർച്ചകളുമാണോ? അതൊരു നല്ലൊരു ചോദ്യമാണ്. കുറെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ ഒരു ആംപ്ലിഫിക്കേഷനും കൂടിയാണ്. പക്ഷെ എല്ലാ കാലത്തും ഇപ്പൊ മെസ്സിയുടെ കാലത്ത് തുടങ്ങിയതല്ല ഇതിപ്പോ. എല്ലാ കാലത്തും മികച്ച കളിക്കാർക്ക് അവരുടെ പേരിൽ അധികം ഫൗള് കിട്ടും, മറ്റേ ടീമിന് അധികം കാർഡ് കിട്ടും. ഈ കളിക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ് കാണികൾ വരുന്നത്. അപ്പൊ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഇങ്ങനത്തെ കളിക്കാരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ 66 പെലെ ശരിക്കും ചവിട്ടി പുറത്താക്കിയതാ ബ്രസീലിയൻ ടീമിനെ, ബാക്കി ടീമുകളൊക്കെ കൂടി. അപ്പൊ അതിനുശേഷം പ്രത്യേകിച്ച് ഫീഫയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ കളിക്കാരെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരിത് അത് പലപ്പോഴും ചെയ്തിട്ടില്ല. അത് ശരിക്കും ചെയ്യാൻ തുടങ്ങിയത് ഒരു 98, 2002 ശേഷമാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ ശരിക്കും ഇപ്പൊ ഒരു എംബാപ്പെ ആയാലും ക്രിസ്ത്യാനോ ആയാലും ഇവർക്കൊക്കെ ആ ഒരു എക്സ്ട്രാ ട്രീറ്റ്മെന്റ് ഞാൻ പറയില്ല, പക്ഷെ മാരഡോണ ഒന്നും ചവിട്ടിയ പോലെ ഇവരെ ചവിട്ടാൻ പറ്റില്ല. സലീമിന്റെ തന്നെ ഈ ചോദ്യം അൾജീരിയക്കെതിരായ മത്സരത്തിലെ മെസ്സിയുടെ ഫൗളുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിലവിലെ വേൾഡ് കപ്പിൽ അൾജീരിയക്കെതിരായ മത്സരത്തിൽ മെസ്സി സ്റ്റഡ്സോൺ ഫൗൾ ചെയ്തതായി കണ്ടു, എന്നാൽ അതിന് കാർഡ് നൽകിയില്ല. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ കാർഡ് കൊടുക്കുമോ, അല്ലെങ്കിൽ അത് ഗൗരവമുള്ള ഫൗളായി കണക്കിലെടുക്കാത്തതിനാലാണോ റഫറി നടപടി എടുക്കാതിരുന്നത്? ഇതിൽ ഞാൻ വാറിനെ കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ അവര് ഓൺ ഫീൽഡ് റെഫറിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് അവരുടെ തീരുമാനങ്ങൾ എടുക്കുക. ഓൺ ഫീൽഡ് റെഫറി സിമോൺ മാർച്ചിനിയാക്ക് വളരെ മികച്ച വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു റെഫറിയാണ്. പലപ്പോഴും പണ്ടൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇയാൾ റിയൽ മെഡ്രിഡ് ഫാനാണ്, എപ്പോഴും ബാഴ്സലോണയ്ക്കെതിരെ മെസ്സിക്കെതിരെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്രാവശ്യം പക്ഷെ മെസ്സിക്ക് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റെഫറീസിന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല അത് കാരണം. പക്ഷെ ഈ ഫൗളിന്റെ കാര്യത്തിൽ ഞാനത് കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ഉറപ്പായിട്ടും യെല്ലോ കാർഡാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു കളിക്കാരന്റെ കാഫിൽ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് ഒരു യെല്ലോ ആണ്. പക്ഷെ അതിപ്പോ യെല്ലോ പോലും കൊടുത്തില്ല. വാറിന് റീപ്ലേ കണ്ടിട്ട് ഒരു യെല്ലോ കൊടുക്കാത്തത് യെല്ലോ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല, യെല്ലോ റെഡ് ആക്കാൻ പറയാൻ പറ്റും. പക്ഷെ ഇത് യെല്ലോ പോലും കൊടുക്കാത്ത കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഫൗള് രണ്ട് വശത്തുനിന്നും കാണാൻ പറ്റും. പല കളിക്കാർ ഇപ്പൊ ഫ്രാങ്ക് ലെബേഫ് പണ്ട് 98 ഫ്രാൻസിന്റെ കൂടെ ലോകകപ്പ് ജയിച്ച കളിക്കാരൻ പറഞ്ഞത് ഉറപ്പായിട്ടും റെഡ് കാർഡാണ്, ബാക്കിൽ നിന്ന് സ്റ്റഡ്സ് വെച്ച് ടാക്കിൾ ചെയ്യുന്നു. തിയറി ഓൺറി പറയുന്നത് അത് റെഡ് കാർഡ് അല്ല, ലെബേഫിന്റെ ടീംമേറ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ ഇന്റന്റ് ഇല്ല, മെസ്സി അയാളുടെ കാല് ഒടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല, അത് ആക്സിഡന്റൽ ആയിട്ടുള്ള. അപ്പൊ റെഫറീസ് ഇന്റന്റ് നോക്കുന്നു, അത് ശരിയാണ്. ഏതൊരു റെഫറിയും ആദ്യം ആലോചിക്കേണ്ടത് ഇത് വേണച്ച് ചെയ്ത ഫൗളാണോ അതോ മെസ്സിയുടെ റിയാക്ഷന് താൻ അയ്യോ ഞാൻ ഇവനെ തട്ടാൻ പോവാനുണ്ടോന്ന് വിചാരിച്ചൊരു വിത്ഡ്രോ ചെയ്യണ പോലത്തെ ഒരു മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ കാലിനെ നമുക്ക് ആ മൊമെന്റം സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല. പിന്നെ സ്റ്റഡ്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും റെഡ് കാർഡാണ്, അത് ഏത് കളിക്കാരനായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്തത് കാരണം റെഫറിയുടെ തീരുമാനം നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ അനുഭവമുള്ള റെഫറിയാണ്, അവിടെ തന്നെ അടുത്ത് തന്നെ 5 മീറ്റർ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാൾ തീരുമാനിച്ചത് ഇത് റെഡ് അല്ല, കാർഡ് പോലും അല്ലാന്ന് തീരുമാനിച്ചു. അതെനിക്ക് അതിശയമായിരുന്നു. എന്നുവെച്ചാൽ അത് ഉറപ്പായിട്ടും ഒരു യെല്ലോ കാർഡ് ഫൗളെങ്കിലും ആണ്. ഇന്നലത്തെ ആ ഒരു പെനാൽറ്റി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം റഫറി ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത് മാർട്ടിനസിനെ ഫൗൾ ചെയ്തത് അത് എനിക്ക് സത്യം പറഞ്ഞു വെച്ചാൽ എനിക്കത് പെനൽറ്റി ആയിട്ട് തോന്നിയില്ല. അത് രണ്ട് കളിക്കാരും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടുള്ള ഒരു കളിക്കാരനെ ഒരു ബ്ലോക്ക് ചെയ്ത പോലത്തെ അത് കാരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പെനൽറ്റി. ആദ്യത്തെ ആ പ്ലെയർ ശരിക്കും ബോൾ തട്ടുന്നുണ്ട്, മറ്റേ കളിക്കാരന്റെ കാല് പക്ഷെ മാർട്ടിനസിനെ തട്ടണുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടുപേരും കൂടി ഇവനെ ഒന്ന് സാൻഡ്വിച്ച് ആക്കി എന്നുള്ളതില്
പെനൽറ്റി കൊടുത്തു എന്ന് പറയാം. പക്ഷെ അത് കൊടുത്തില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു 50-50 കോളാണ്. അടുത്തത് അഖില ആന്റണിയുടെ ചോദ്യമാണ്, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ചാണ്. എപ്പാർട്ട് ഫ്രം അർജന്റീന, ട്രഡീഷണൽ സൗത്ത് അമേരിക്കൻ ടീംസ് ലൈക്ക് ബ്രസീൽ, ഉറുഗ്വേ, ചിലി, കൊളംബിയ, പാരഗ്വേ ആൻഡ് പെറു ഹാവ് സ്ട്രഗിൾ ടു റീച്ച് their previous standards in recent World Cups, while Asian, African and European nations continue to improve. What is the reason for this? ഒരു വലിയൊരു കാരണം ജനസംഖ്യയാണ്. ഇപ്പൊ ഉറുഗ്വേ എന്ന് പറഞ്ഞാൽ 35 ലക്ഷത്തിന്റെ ഒരു രാജ്യമാണ്. അത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരെ ഏകദേശം അത്ര ആളുണ്ടാവും. അപ്പൊ അവർക്ക് അങ്ങനത്തെ രാജ്യങ്ങൾക്കൊക്കെ ഓരോ തലമുറയിൽ കുറച്ച് മികച്ച കളിക്കാർ വരും. പിന്നെ ചിലപ്പോൾ ഒരു 20 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ ഒരു എൻസോ ഫ്രാൻസിസ്കോളി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വരുന്നത് ഒരു ഡിയേഗോ ഫോളാനും ലൂയിസ് സുവാരസും ഒക്കെ വരുമ്പോഴേക്കും ഒരു വലിയ ഗ്യാപ്പായി. ഇപ്പൊ പിന്നെ ആദ്യ വാൽവേർഡ് ഇവരൊക്കെ ഉണ്ട്, പക്ഷെ ആ ലെവൽ എത്തിയിട്ടില്ല, അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല ലോകകപ്പിൽ ഇതുവരെ. അതേപോലെ ഇപ്പൊ ചില്ലിയുടെ കാര്യം ചോദിച്ചു. ചില്ലിക്ക് മുമ്പ് സാലസ്, സാമറാനോ, അലക്സിസ് സാഞ്ചസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1.5 കോടിയിൽ കുറച്ചധികമേ ഉള്ളൂ ജനസംഖ്യ. അപ്പൊ അവർക്ക് തന്നെയാണ് പ്രശ്നം. ഒരു തലമുറ നല്ല കളിക്കാർ പോയി കഴിഞ്ഞാൽ അവരെ മാറ്റാൻ സമയമെടുക്കും. ബാക്കി ചിലരുടെ ഇപ്പൊ പാരഗ്വേ ഒന്നും ഒരിക്കലും ചരിത്രപരമായിട്ട് അങ്ങനത്തെ ഒരു ശക്തമായ ടീമായിരുന്നില്ല. കൊളംബിയയുടെയും ഇങ്ങനെ പലപ്പോഴും ഫേസസിലാണ്. 90കളിൽ അർജന്റീന 5-0 ഒക്കെ തോൽപ്പിച്ച ഒരു ക്വാളിഫയിങ് മാച്ചിൽ. പക്ഷെ ലോകകപ്പ് ഫൈനൽസിൽ എത്തിയിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്തിട്ടില്ല പലപ്പോഴും. പക്ഷേ ഈ ലോകകപ്പിലെ ഒരു സ്ട്രക്ചർ മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ ടീമുകൾ, അത് കഴിഞ്ഞ പിന്നീട് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു. അതെ, ഏറ്റവും വലിയ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഏഷ്യ എന്നാണ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യ, ജപ്പാൻ, കൊറിയ അവരുടെ ഭാഗത്തുനിന്ന്, പിന്നെ അറബ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പൊ ജോർദനൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലത്തിൽ കുറെ മുന്നേറിയിട്ടുണ്ട്. ഇറാഖ് ഇപ്പൊ നല്ല ടീമാണ്, ലോകകപ്പിലെത്തി. അപ്പൊ അത് തീർച്ചയായിട്ടും. പിന്നെ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ കോമ്പറ്റീഷൻ. ഇറ്റലിക്കൊന്നും ഇവിടെ എത്താൻ പോലും പറ്റിയിട്ടില്ല. എല്ലാ ലോകകപ്പിലും ഒരു വലിയ യൂറോപ്യൻ ടീമെങ്കിലും പുറത്തിരിക്കണം. അടുത്തത് 3 ചോദ്യങ്ങളാണ്, ആശിഷിന്റെ ചോദ്യങ്ങളാണ്. ഇന്നത്തെ ഫുട്ബോളിൽ പരമ്പരാഗത നമ്പർ 10 റോളിന് സ്ഥാനം നഷ്ടമായോ, അതോ പുതിയ രൂപത്തിൽ അത് തിരിച്ചു വരുന്നുണ്ടോ? ലോകകപ്പിൽ ഇത്തരം താരങ്ങൾ ഇപ്പോഴും ഗെയിം ചേഞ്ചേഴ്സ് ആണോ? ഇത് വേറെ രീതിയിലായി മാറിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ ടിപ്പിക്കൽ ഒരു നമ്പർ 10, ഇപ്പൊ അർജന്റീനയിലെ ആ പൊസിഷൻ എൻഗാൻജെ എന്ന് പറയും. ഇറ്റലിയിൽ ട്രെക്വാർട്ടിസ്റ്റ, 3/4 പൊസിഷൻ എന്നാണ് പറയുക നമ്പർ 10. അവർക്ക് ഒരു സെന്റർ ഫോർവേഡിന്റെ തൊട്ട് പുറകിലുള്ള ഒരു പൊസിഷനിൽ കളിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്പർ 10s. പക്ഷെ ഇപ്പൊ ഒരു ഒളീസയ്ക്കൊക്കെ നമ്പർ 10 ആയി കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ. പക്ഷെ അവര് പല പൊസിഷനിലും ആ ഫ്രണ്ട് ലൈനിൽ ഒരു ഫിക്സ്ഡ് ഇതല്ല, അതിങ്ങനെ ഫ്രീ ആയിട്ട് റോം ചെയ്തുകൊണ്ടിരിക്കും. മെസ്സി അങ്ങനെ തന്നെ. മെസ്സി ഒരു നമ്പർ 10 ആണെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു ഫിക്സ്ഡ് റോള് മാത്രം കളിച്ചിട്ടില്ല. ഇപ്പൊ പിച്ചിൽ പല പൊസിഷനിലുമാണ് മെസ്സിയെ നിങ്ങൾ കാണുക ഫ്രണ്ട് ലൈനിൽ. അപ്പൊ ആ ഒരു പൊസിഷൻ മാറിയതാണ് കുറെ. ഇപ്പൊ ഫുട്ബോളിന്റെ ശൈലികൾ മാറി. ഇപ്പൊ പ്രസ്സിങ് ഇതൊക്കെ വന്നപ്പോ ആ പ്രസ് ബീറ്റ് ചെയ്യാൻ അറ്റാക്കിംഗ് ടീംസ് പല കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ നമ്പർ 10 റോളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്ലബ്ബ് തലത്തിൽ വർഷം മുഴുവൻ ഒരേ ടാക്ടിക്കൽ സിസ്റ്റത്തിൽ കളിക്കുന്ന താരങ്ങൾ ദേശീയ ടീമിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ഒരുമിച്ച് പരിശീലിക്കുമ്പോൾ ദേശീയ ടീമുകൾക്ക് ടാക്ടിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കുക ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടാകുമോ? അതിപ്പോ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഒരു ഫ്രാൻസോ അർജന്റീനയോ കുറെ കാലം ഒരുമിച്ച് കളിച്ചിട്ടുള്ള കളിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ അവർ പരസ്പരം തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഒരേ കോച്ചും മാറിയിട്ടില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. സ്കെലോണിയും ഡിഡിയെ ഡെഷാംസും കുറെ കാലമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ കളിക്കാർക്ക് കോച്ചിന്റെ ശൈലി അറിയാം, അവർക്ക് ഓരോരുത്തരുടെ റോൾ അറിയാം. അപ്പൊ ഒരു ക്ലബ് ടീം പോലെ ആവും ഏകദേശം. നേരെ തിരിച്ചിപ്പോ ഒരു ബ്രസീലിനൊക്കെ ഒരു കൊല്ലമായിട്ടുള്ളൂ കാർലോ ആൻസലോട്ടി വന്നിട്ട്. എത്ര 7-8 കളി കോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കമ്പറ്റിറ്റീവ് കളി, ഫ്രണ്ട്ലി ഞാൻ കൂട്ടുന്നില്ല. അപ്പൊ അതില് കുറെ പുതിയ കളിക്കാരെ നോക്കും വേണം, ആരാണ് നമ്മുടെ സിസ്റ്റത്തിന് സൂട്ട് ചെയ്യണത്. അപ്പൊ ആൻസലോട്ടിക്ക് ഒന്ന് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നിങ്ങളുടെ ബെസ്റ്റ് 11 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 2 ലോകകപ്പുകൾ നോക്കുമ്പോൾ പൊസഷൻ അധിഷ്ഠിത ഫുട്ബോളിനേക്കാൾ ട്രാൻസിഷൻ ഫുട്ബോൾ കൂടുതൽ ഫലപ്രദമാണെന്ന് തോന്നുന്നു.
2026 ഏത് മോഡലാണ് കൂടുതൽ വിജയസാധ്യതയുള്ളത്? ഇപ്പം മികച്ച ടീമുകൾ മുഴുവൻ രണ്ടും കളിക്കുന്നുണ്ട്. അവരുടെ പൊസിഷൻ അവർക്ക് 60% ഏകദേശം ഉണ്ടാവും. ഇപ്പം അർജന്റീനക്കൊക്കെ രണ്ട് കളിയിലും, അതിപ്പോൾ ഓസ്ട്രിയക്കെതിരെ ആയാലും അതിന് മുമ്പ് അൾജീരിയക്കെതിരെ ആയാലും ഏകദേശം 60%-ത്തിനടുത്ത് പൊസിഷൻ, 60 അല്ല 55-ന് മേലെ പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ അവർക്ക് ഫാസ്റ്റ് ട്രാൻസിഷൻസും പറ്റുന്നുണ്ട്. ഇപ്പം മെസ്സിയൊന്നും ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പം അവിടെ തന്നെ നിന്നാൽ മതി. അതേപോലെ ഇപ്പോൾ എംബാപ്പയും ഒളീസയും ഡെംബെലയൊക്കെയുള്ള ഫ്രാൻസ് ടീമിന് വളരെ പെട്ടെന്ന് സ്വന്തം ബോക്സിൽ നിന്ന് മറ്റേ ഗോളിലേക്ക് 2 സെക്കൻഡിൽ എത്താൻ പറ്റുന്ന ഒരു ടീമാണ്. പക്ഷെ അവർക്കും പൊസിഷൻ ഉണ്ട് എല്ലാ കളിയിലും. അപ്പൊ പൊസിഷൻ ഇല്ലാണ്ട് എന്നാലും ഇപ്പൊ നോർവേ സെനഗലിൽ നോർവേക്ക് കുറച്ച് അതെ നോർവേക്ക് 42% ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പക്ഷെ അതിന് കാരണം അവർക്ക് അത്രയും ടെക്നിക്കൽ പ്ലെയേഴ്സ് ഇല്ല ബോൾ കീപ്പ് ചെയ്യാൻ. പിന്നെ ചില ടീംസിന് അതിന് അവരുടെ ശക്തി ഈ പ്രസ് ബ്രേക്ക് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് പല ടീമുകളുടെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും. പക്ഷെ ഇപ്പൊ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അർജന്റീന, ജർമ്മനി ഇവരൊക്കെ രണ്ടും ചെയ്യാൻ പോകുന്നുണ്ട്. അവർക്ക് പൊസിഷനും ഉണ്ടാവും, അവർ ട്രാൻസിഷൻ. ഇപ്പൊ ജർമ്മനി ആയാലും ഫ്ലോറിയൻ വിയർട്സും മുസിയാലയൊക്കെ സ്ലോ പ്ലെയേഴ്സ് ഒന്നുമല്ല, അവർക്കും വേഗം ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അവസാനത്തെ ചോദ്യം ഗൗതം പ്രതീഷിൻ്റെയാണ്. ഈ ലോകകപ്പിൻ്റെ ഒരു ഫോർമാറ്റിനെ കുറിച്ചാണ്. ഈ വർഷത്തെ ലോകകപ്പ് നമ്മൾ ഇതുവരെ കാണാത്ത പോലെ ഒരു ഫോർമാറ്റിലാണ് നടക്കുന്നത്. 48 ടീമുകളും കൂടാതെ റൗണ്ട് ഓഫ് 32 ഉണ്ട്. ആരാധകർ എന്ന നിലയിൽ ഇത് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. എന്നാൽ ഇത് ഒരു ടീമിൽ ടാക്ടിക്കലി ആൻഡ് മെൻ്റലി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കളിക്കാരുടെയും ടീമുകളുടെയും ഭാഗത്തു നിന്ന് നോക്കിയാൽ ഈ ഫോർമാറ്റ് ഗുണകരമാണോ ദോഷകരമാണോ? ചെറിയ ടീമുകൾക്ക് ഇത് വലിയൊരു ഗുണം തന്നെയാണ്. ഒന്നാമത് അവർക്ക് വന്ന് കളിക്കാൻ പറ്റും. ഇപ്പം ഈ 48 ടീമില്ലെങ്കിൽ പലരും ഇവിടെ എത്തില്ല. ഇപ്പൊ ഒരു ജോർദാനോ ഉസ്ബെക്കിസ്ഥാനൊന്നും ലോകകപ്പിൽ ഉണ്ടാവില്ലായിരുന്നു. ഒരു കുറസാവോ, കേപ്പ് വേർഡ്, ഇവരൊക്കെ ഈ 48 ടീമായത് കാരണമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല കാര്യം തന്നെയാണ്. വലിയ ടീമുകൾ ഇത് അത്ര ബാധിക്കില്ല. എന്താ വെച്ചാൽ അവർക്ക് ആ സ്ക്വാഡ് ഡെപ്ത് ഉള്ളത് കാരണം. ഇപ്പം മൂന്നാമത്തെ കളി അർജന്റീന കളിക്കാൻ പോകുന്നത് ജോർദനായിട്ടാണ്. ഞാൻ പ്രതീക്ഷിക്കേണ്ട ഒരു 5 സ്റ്റാർട്ടേഴ്സ് എങ്കിലും ആ കളി റെസ്റ്റ് ചെയ്യും. മെസ്സിയൊക്കെ ചിലപ്പോൾ ഒരു പകുതി കളിക്കുകയായിരിക്കും, ഗോളൊന്നോ രണ്ടെണ്ണോ കിട്ടാൻ വേണ്ടി. പക്ഷെ ഒരു കളിക്കാരനും ആ കളി 90 മിനിറ്റ് കളിക്കാൻ പോകുന്നില്ല. മിക്കവാറും ഒരു 5-6 മാറ്റങ്ങളെങ്കിലും ഉണ്ടാവും. അത് എല്ലാ ടീമുകളും, ഇപ്പൊ ഫ്രാൻസും അവരുടെ 2 കളി ജയിച്ചു കഴിഞ്ഞു. നോർവേ ഈ അടുത്ത റൗണ്ടിൽ സ്ഥലം ഉറപ്പായ മിക്ക ടീമുകളും കുറെ മാറ്റങ്ങൾ വരുത്തും അവസാനത്തെ കളിയാകുമ്പോൾ. പിന്നെ അവർക്ക് നോക്കൗട്ട് റൗണ്ടിൽ എത്തുമ്പോഴും എല്ലാ കളിക്കാരും 90 മിനിറ്റ് കളിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അത്രയും മികച്ച സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ ഡെസിറെ ഡുവെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫ്രാൻസിന് ഇറങ്ങണം, ബാർക്കോളയാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത കളിക്കാൻ നേരെ തിരിച്ചായിരിക്കും. അപ്പൊ ഈ മികച്ച ടീമുകൾക്ക് ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആ സ്ക്വാഡ് ഉള്ളത് കാരണം.